ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്നത് കുറച്ച് നല്ല നല്ല ടിപ്പുകളായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയും അപ്പോൾ തന്നെ വാച്ച് ചെയ്യാനും പറ്റിയേ ഉള്ളൂ. ആദ്യത്തെ ടിപ്പ്, നമ്മൾ പുതിയ ഷർട്ടൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ ബട്ടൺസ് ഇടാന്നെടുത്ത് നമുക്ക് ഭയങ്കര ടൈറ്റായിട്ട് തോന്നും. നമുക്ക് ഈ ഫ്രീ ആയിട്ട് ഇടാൻ പറ്റത്തില്ല, കുറച്ച് ടൈറ്റായിരിക്കും. അപ്പോൾ അതിന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയത് ഒരു സേഫ്റ്റി പിന്നാണ്. സേഫ്റ്റി പിൻ ഉണ്ടായാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പുതിയ ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ നമുക്ക് പെട്ടെന്ന് ഇടാൻ പറ്റും. അപ്പോൾ എന്താ ഇതുപോലെ ചെയ്ത് നോക്കണം. പിന്ന് ഓപ്പൺ ആക്കിയിട്ട് ആ പിന്നിൻ്റെ ഇടയിൽ വരത്തക്ക രീതിയിൽ ബട്ടൺസ് ഉള്ളിലാക്കുന്നുണ്ട്. എന്നിട്ട് അത് പിന്നെ ക്ലോസ് ആക്കണം. ക്ലോസ് ആക്കിയിട്ട് നമ്മുടെ ഷർട്ടിൻ്റെ കിഴത്തുള്ള ഭാഗമുണ്ടല്ലോ, നമ്മൾ ബട്ടൺസ് കയറ്റേണ്ടിയ ഭാഗത്ത് കൂടെ ഈ പിന്ന് നമുക്ക് പിന്ന് കയറ്റുക. എന്നിട്ട് കയറ്റിയിട്ട് നമ്മളൊന്ന് പിടിച്ച് വലിച്ചാൽ മതി. അപ്പോൾ ആ ബട്ടൺസ് ആ ഹോളിൽ കൂടെ നമുക്ക് ഈസി ആയിട്ട് കയറി വരും. സാധാരണ നമ്മൾ ഇതുപോലെ ഇടുന്ന സമയത്ത് നമുക്ക് ആ ബട്ടൺസ് പിടിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. പിന്നെ അതുമല്ല, ആ ഹോളെന്ന് പറയുന്നത്, ആ ബട്ടൺസ് കയറി വരുന്ന ഹോളെന്ന് പറയുന്നത് കുറച്ച് ചെറുതായിരിക്കും. കുറേ പ്രാവശ്യം ഇട്ടത് ഒന്ന് ലൂസായി കിട്ടുമ്പോഴേ നമുക്ക് പിന്നെ ഫ്രീ ആയിട്ട് ഈസി ആയിട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സമയത്ത് പുതിയതായിട്ടുള്ള ഷർട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഈ രീതിയിൽ ഇടുവാണെങ്കിൽ നമുക്ക് ആ ബട്ടൺസ് നമുക്ക് പിടിക്കുന്നതിന് പകരം നമ്മൾ ആ സേഫ്റ്റി പിന്നെ പിടിച്ചിട്ട് ഒന്ന് പുഷ് മറ്റേ കൈ കൊണ്ടൊന്ന് പുഷ് ചെയ്താൽ മതി. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ബട്ടൺസ് ഇടാൻ പറ്റും. ഇത് മോൻ്റെ സ്കൗട്ടിൻ്റെ യൂണിഫോം ആണ്. അപ്പോൾ ഇത് ഇടുന്ന സമയത്ത് ബട്ടൺസ് ഇടുന്ന സമയത്ത് ഭയങ്കര ടൈറ്റായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ ഇതുപോലെ സേഫ്റ്റി പിൻ വെച്ചാണ് ഇടുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഇതിടാൻ പറ്റുന്നുണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ടിപ്സ് ആണെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനി അടുത്ത ടിപ്സ്, നമുക്ക് സേഫ്റ്റി പിന്നൊക്കെ നമ്മൾ ധാരാളം മേടിച്ച് വെക്കും. നമ്മൾ സാരിയിലൊക്കെ കുത്താനായിട്ട് ധാരാളം മേടിച്ച് വെക്കും. അങ്ങനെ മേടിച്ച് വെക്കുന്ന സമയത്ത് ഇതിങ്ങനെ കുറേ നാൾ ഇരിക്കുമ്പോൾ ഇത് തുരുമ്പ് പിടിച്ചൊക്കെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാനായിട്ട് നമ്മൾ ശകലം പൗഡർ ഇട്ടിട്ട്, നമ്മൾ മുഖത്തിട്ടുന്ന പൗഡർ, ടാൽക്കം പൗഡർ ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്ത് ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഈ തുരുമ്പ് പിടിക്കാതെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. അടുത്ത ടിപ്സ് വന്നാൽ നമ്മൾ ബട്ടൺസ് മേടിക്കാറുണ്ട്. ബട്ടൺസ് മേടിച്ച് സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ പോകുമ്പോൾ നമുക്ക് തയ്ക്കാനായിട്ട് നമ്മൾ മേടിച്ച് വെക്കാറുണ്ട്. അതുപോലെ തന്നെ കമ്മലിൻ്റെ നമ്മൾ ബാക്കിൽ ആണിയുടെ ഭാഗത്ത് നമ്മൾ ബട്ടൺസ് ഇടാറുണ്ട്. അപ്പോൾ അതും നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കാനായിട്ട് വളരെ നല്ലൊരു ടിപ്സാണ്. ഇതുപോലെ ചെറിയ കവർ കിട്ടുവാണെങ്കിൽ ആ കവറിനകത്ത് വെച്ചിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സേഫ്റ്റി പിന്നിൽ അത് കോർത്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബോക്സിനകത്ത്, നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന ബോക്സിനകത്ത് ഇട്ട് വെക്കാവുന്നതാണ്. ഇതുപോലുള്ള ബട്ടൺസ് നമ്മൾ ചിലപ്പോൾ ഇതുപോലെ മേടിച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ തപ്പി നടക്കും. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ തപ്പി നടക്കാതെ നമുക്ക് എവിടെയാണ് നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അടുത്ത നാലാമത്തെ ടിപ്പ്, നമ്മൾ റബ്ബർ ബാൻഡൊക്കെ കിട്ടുമ്പോൾ നമ്മൾ സൂക്ഷിച്ചെടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഞാനും ഇതുപോലെ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന റബ്ബർ ബാൻഡാണ് ഇത്. അപ്പോൾ ഇത് റബ്ബർ ബാൻഡ് നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ വരുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെയുള്ളത് ഒഴിവാക്കാനായിട്ട് ഇതിൽ കുറച്ച് ടാൽക്കം പൗഡർ ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇത് ഒരിക്കലും പിന്നെ സ്റ്റിക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇത് കുറേ കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ടാൽക്കം പൗഡർ അങ്ങ് പോകും, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും. അപ്പോൾ പിന്നെയും വീണ്ടും ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അങ്ങ് നമുക്ക് കുറേ നാൾ ഇത് സ്റ്റിക്ക് ചെയ്യാതെ തന്നെ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. അടുത്ത അഞ്ചാമത്തെ ടിപ്പ്, കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ കുപ്പി ആയിക്കോട്ടെ, ജ്യൂസിൻ്റെ കുപ്പി ആയിക്കോട്ടെ, നമ്മൾ അതൊക്കെ തീർന്നു കഴിഞ്ഞിട്ട്, വെള്ളവും ജ്യൂസും ഒക്കെ തീർന്നു കഴിഞ്ഞിട്ട് നമ്മളത് കളയായിരിക്കും ചെയ്യുന്നത്. ഇനി അങ്ങനെ കളയാതെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇതുപോലെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കുറേ ടിപ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ആ ചാനലിൽ കയറി നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സുകളാണ്. അപ്പോൾ അതൊന്ന് കയറി കാണുക.
നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാനും മറക്കരുത്. ഞാൻ എടുത്തിരിക്കുന്ന കുപ്പിയുടെ സ്റ്റിക്കറൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ നടുഭാഗം ഒരു റെക്റ്റാങ്കിൾ രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ മുറിച്ച് മാറ്റിയിട്ട് മുറിച്ച് മാറ്റിയതിൻ്റെ ഒരു സൈഡ് ഇതിൻ്റെ ഏറ്റവും മിഡിൽ ഭാഗത്തായിട്ട് പിന്നെ ഒരു വെട്ട് കൊടുക്കുന്നുണ്ട്. ആ കുപ്പിയുടെ ബേസിലോട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ വെട്ടി കൊടുക്കുന്നത്. എന്നിട്ട് ആ ബേസ് പാർട്ട് വരുമ്പോൾ അവിടെ ഹാർഡാണ്. അപ്പോൾ ഞാനത് ഹാർഡായിട്ടുള്ള പാർട്ട് ഞാനത് ഉരുക്കി ഒരു കമ്പി കൊണ്ട് കുത്തി അത് ഉരുക്കി ആ ഭാഗവും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ക്യാപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ ഇപ്പം സിസേഴ്സ് കൊണ്ട് വെട്ടി ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഉരുക്കി അത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചൊരു ബോട്ടിലാണ് കാണിക്കുന്നത്. അങ്ങനെ അത് ഉരുക്കി മാറ്റിയിട്ടുണ്ട്. അവിടെ ഹാർഡായിട്ടുള്ള പാർട്ടായതുകൊണ്ടാണ് പിന്നെ ഉരുക്കി മാറ്റാനേ പറ്റുള്ളൂ. അപ്പോൾ അതങ്ങനെ ഉരുക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് പല കാര്യങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ടിപ്പാണ്. പല കാര്യങ്ങൾക്കായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് കിച്ചൺ സിങ്കിൻ്റെ പൈപ്പിൽ ഇത് കൊളുത്തിയിടുന്നുണ്ട്. ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ കൊളുത്തിയിടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ടാപ്പയിൽ കൊളുത്തിയിട്ടിട്ട് അതിൽ ഒരു കുപ്പിയുടെ ഒരു പാട്ടിൽ നമുക്ക് വേണമെങ്കിൽ ഓപ്പണായിട്ട് നമ്മൾ നടുഭാഗത്തൂടെ മുറിച്ചല്ലോ, ആ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് തേപ്പ് വെച്ച് ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ അവർ കുറച്ച് ബലമായിട്ടിരുന്നോളും. എന്നിട്ട് നമ്മൾ പാത്രമൊക്കെ കഴുകിയിട്ട് നമ്മുടെ സ്ക്രബ്ബറാണെങ്കിൽ ഈ നമ്മുടെ കുപ്പിയുടെ ഓപ്പൺ പാർട്ടില്ലേ അതിൽ കൂടെ നമുക്ക് ഉള്ളിലോട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ആ വെള്ളം ഡയറക്റ്റ് ആ സിങ്കിനകത്തോട്ട് അങ്ങ് പൊയ്ക്കോളും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രബ്ബർ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുകയും ചെയ്യും. നമുക്ക് കുറച്ചുകൂടെ പണികൾ എളുപ്പമായിരിക്കുകയും ചെയ്യും. അതുപോലെ നമ്മൾ കിച്ചണിൻ്റെ സിങ്കൊക്കെ കഴുകുന്ന സമയത്ത് നമുക്ക് ടാപ്പ് തുറന്നിട്ട് നമുക്ക് വെള്ളം ആവശ്യമായിട്ട് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുപ്പി ഒന്ന് ചരിച്ച് ഒന്ന് കൊടുത്താൽ മതി. നമുക്ക് ഏത് ഭാഗത്തോട്ടാണോ വെള്ളം വേണ്ടിയത് ആ ഭാഗത്തോട്ട് നമുക്ക് ഡയറക്റ്റ് ആ വെള്ളം വരികയും ചെയ്യും. അതേസമയം നമ്മൾ അല്ലാതാകുമ്പോൾ നമ്മൾ ഒരു പാത്രം എടുത്ത് ഇങ്ങനെ അതിൽ പിടിച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുമായിരിക്കും, അല്ല കയ്യിലെടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരിക്കും. ചില സമയത്ത് നമ്മൾ അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം നമ്മൾ സിങ്കൊക്കെ കഴുകുന്ന സമയത്ത് കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് കഴുകേണ്ട ഭാഗത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കുപ്പി ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, അവിടോട്ട് വെള്ളം കിട്ടുകയും ചെയ്യും. അടുത്ത ടിപ്പ് നമ്മൾ ഈ കുപ്പി ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുപ്പി അത് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്ത് ഇനി നമ്മളത് ക്യാപ്പ് വെച്ചിട്ട് ക്ലോസ് ആക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് വേസ്റ്റൊക്കെ വരും, അല്ലെങ്കിൽ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ കഴുകുന്ന സമയത്ത് വേസ്റ്റ് വരും. ആ വേസ്റ്റൊക്കെ നമുക്ക് ഈ കുപ്പിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് പാത്രങ്ങളാണേലും വെജിറ്റബിൾ കട്ട് ചെയ്ത് കഴുകിയെടുക്കാനാണെങ്കിലും ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാം. ആ വേസ്റ്റാണ് അതിനകത്തോട്ട് ഇട്ടാൽ മതി. അത് പിന്നെ ലാസ്റ്റ് നമുക്കത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ എവിടെയാണോ വേസ്റ്റ് ഇടുന്നത് അതിനകത്തോട്ട് കൊണ്ട് ഇട്ടാൽ മതി. അല്ലെങ്കിൽ നമ്മളിത് ഇടുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അവിടുന്ന് വേസ്റ്റ് എടുത്തിട്ട് ആ വേസ്റ്റ് ഇടുന്ന ഭാഗത്തോട്ട് പോകുമ്പോഴത്തേന് കുറച്ചുകൂടെ ഈ ടിപ്സുകളെല്ലാം വളരെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ടിപ്സ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും. അതുപോലെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് വെക്കുക. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.